വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട്, ഇതാ നോക്കിയേ, ഇവിടെ നോക്കിയേ, വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് മനുഷ്യത്വത്തിനെതിരായി ഒരു വാചകം, നോക്ക് എന്റെ വെല്ലുവിളി എന്താണെന്നൂടെ കേട്ടോ, മനുഷ്യത്വത്തിനെതിരായി ഖുർആനിൽ നിന്നൊരു വാചകം ന്യായമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഇസ്ലാമിന് വേണ്ടി ഇനി മരിക്കുന്നവരെ ഞാൻ പ്രസംഗിക്കില്ല. ഷുവർ ഷുവർ, അത്ര ഉറപ്പിലാ പറയുന്നത്. പക്ഷേ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും. വായിക്കാൻ നിങ്ങൾ എന്തേ വായിച്ചുള്ളൂ? യുക്തിവാദിക്ക് വിമർശിക്കാൻ വേണ്ട ഭാഗം മാത്രവും വായിച്ചിട്ടുള്ളൂ. അതേ പൂർവ്വകാല യുക്തിവാദികൾ വാരി ഛർദ്ദിച്ചതിനെ വീണ്ടും മിണുങ്ങുക, ഓൻ വാരി ഛർദ്ദിച്ചതിനെ മറ്റോ മിണുങ്ങുക. അതിന്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞുതരാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന് തെളിവാണല്ലോ. യു കലാനാഥൻ എന്ന് ജീവിച്ചിരിപ്പുണ്ട്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അദ്ദേഹം ബർസഖ് എന്ന അറബി പദത്തെ ബുർസഖ് എന്ന് എഴുതി. 25 കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പർ അത് തന്നെയാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അന്ന് മനസ്സിലാക്കിയ പൊട്ടത്തരം ഇപ്പോഴും 25 കൊല്ലം കഴിഞ്ഞും വിളിച്ചറിയാം. അതിന്റെ ഇടയ്ക്ക് നോക്കാൻ പോലുള്ള സന്മനസ് വലിയ യുക്തിവാദിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എല്ലാരും പടച്ചോനെ കൊള്ളയും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. തുറന്നു പറയട്ടോ, ശുദ്ധ ഹൃദയം കൊണ്ട് പറയണം. ഈ സ്റ്റേജിൽ ഒരു നിരീശ്വരവാദി ഉണ്ട് വിചാരിച്ചോ, ഒരു യുക്തിവാദി, ഓമ്പടെ കയറിയിട്ട് മൈക്ക് പ്രസംഗിക്കണത് അല്ലല്ല, പ്രവാചകന്മാരില്ല, വേദഗ്രന്ഥല്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല, ഒന്നുമില്ല. അപ്പൊ അവിടുന്ന് ഒരു കുട്ടി എണീറ്റ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദുനിയാവിൽ മാത്രമേ ജീവിതമുള്ളൂ? എങ്കിൽ സർവതന്ത്ര ചെറ്റയായി ജീവിച്ച എന്താണെന്ന് അവനോട് ചോദിച്ചു നോക്കിയേ. ഒരു പെണ്ണിനെ പിടിക്കാൻ കിട്ടിയ പിടിച്ചാൽ എന്താ, കള്ളു കുടിക്കാൻ കിട്ടിയ കുടിച്ചാൽ എന്താ, അന്യന്റെ സമ്പത്ത് കൊള്ള ചെയ്യാൻ കിട്ടിയ കൊള്ള ചെയ്താൽ എന്താ, നിങ്ങൾക്ക് എന്ത് പറയാണ്ടെന്ന് ഡബ്ബേ അടിച്ച് നിൽക്കേണ്ടി വരും. ഇനി KN കുഞ്ഞാമത് ഇന്ന് ജീവിച്ചിട്ടുള്ള ആളാണോ? നിങ്ങൾ എന്റെ കൂടെ വരുമോ? കയ്യും പിടിക്കുക നിങ്ങളെ കൊണ്ടുപോകാ KN കുഞ്ഞാമതിന് ഇപ്പം മതത്തോടുള്ള സമീപനം എന്താ? മതം തരക്കേടില്ല, ദൈവവിശ്വാസം തരക്കേടില്ല, അതിനെ മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയും. KN കുഞ്ഞാമത് മരിച്ചാളൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എന്റെ കൂടെ പോരാലോ? KN കുഞ്ഞാമത് പറയാണ്, KN കുഞ്ഞാമ്മന്റെ മകൻ അപകടത്തിൽ പറ്റി, ആക്സിഡന്റ് പറ്റി. KN കുഞ്ഞാമത് ജീവിച്ചിട്ടുള്ള ഒരാളെ കുറിച്ചാണ് മുജാഹിദ് ബാൽശ്ശേരി പറയുന്നത്. KN കുഞ്ഞാമത് KT സൂപ്പി മാഷ് എന്നൊരു മാഷില്ലായിരുന്നോ? KT സൂപ്പി മാഷിയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചില്ലേ? KT സൂപ്പി മാഷിയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോ KN കുഞ്ഞാമത് പറയാണ്, KT സൂപ്പി മാഷെ കണ്ടപ്പോ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, ഞാൻ എന്തു പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു വല്ലാത്ത പ്രതിസന്ധിയാ എനിക്ക്. പടച്ചോന്റെ വിധി എന്ന് പറയാനോ, പരലോകത്ത് മോനെ കാണാന്ന് പറയാനോ മാത്രമല്ല. KN കുഞ്ഞാമത് അതിൽ എഴുതിയ വാചകം പറയുന്നത്, KT സൂപ്പി മാഷിനോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ വെച്ച് എന്റെ മോനെ കാണും, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, ഞാൻ എന്താ പറയാ. എന്നിട്ട് അദ്ദേഹം തൊട്ട് താഴെ എഴുതി, എന്റെ മകൻ ആക്സിഡന്റ് പറ്റി മരണവക്രത്ത് കിടന്നപ്പോ ദൈവവിശ്വാസികൾ വരുമ്പോ എനിക്ക് ഭയങ്കര ആശ്വാസ, നിരീശ്വരവാദികൾ വരുമ്പോ എന്താ ഉണ്ടക്കണ്ണും വിരിച്ചിങ്ങനെ നോക്കി നിന്ന് പോവുക പോലെ എന്താ പറയാ. ആ നിരീശ്വരവാദിയോട് എന്താ പറയാ? പടച്ചോന്റെ വിധിയെന്നോ, ക്ഷമിക്കാന്നോ, പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചവരാണെന്നോ, ക്ഷമിക്ക് കൂലി ഉണ്ടെന്നോ, എന്താ പറയാ? അതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞു തരട്ടെ. അലക്സാണ്ടർ ബെക്കിന്റെ സ്വകാര്യ കൃതികളിൽ കാർൽ മാർക്സിനെ കുറിച്ചും എഗൽസിനെ കുറിച്ചും ലെനിനെ കുറിച്ചും ചില സ്വകാര്യങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലായിട്ടോ? കാർൽ മാർക്സിന് ഒരു മോനുണ്ടായിരുന്നു, 8 വയസ്സുകാരൻ മുഷ്, കേട്ടിട്ടുണ്ടാവും എല്ലാവരും. കാർൽ മാർക്സിന് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുട്ടി വേറുണ്ടായിട്ടില്ല. ആ മകന്റെ മരണം നടന്നപ്പോ എംഗൽസിനൊരു കത്തെഴുതി കാർൽ മാർക്സ്. എന്താ കത്തെഴുതി അറിയോ? എഗൽസ്, എനിക്ക് സഹിക്കാൻ വയ്യടോ, ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ജൂതനാണോ ഞാൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ വയ്യ, എന്റെ മുന്റെ വേർപാട് എനിക്ക് സഹിക്കാൻ വയ്യ. ചരിത്രം രേഖപ്പെടുത്തുന്ന എന്താ പറയുന്നത്? കാർൽ മാർക്സ് മകന്റെ മയ്യത്ത് കബറടക്കുന്നിടത്ത് വന്നിട്ടേ അതിലേക്ക് ചാടി ആത്മഹത്യ ചെയ്താളൊന്ന് പേടിച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ ആളുകൾ ഇങ്ങനെ നിന്നു. ഈ ചരിത്രം ആരും വായിച്ചിട്ടില്ലല്ലോ. VI ലെനിൻ, ലോകം കണ്ട മഹാവിപ്ലവകാരി, ആർത്തിരമ്പുന്ന സാഗരങ്ങളിൽ കൊമ്പൻ സ്രാവിറക്കി വിപ്ലവം കാണിച്ചു എന്ന് പറഞ്ഞ ചെകുവേര പ്രത്യയ ശാസ്ത്രത്തിന്റെ ആചാര്യന്മാർ. അവിടെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, VI ലെനിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വാതരോഗം വന്ന് ഞാൻ തളർന്നു. എന്നിട്ട് അദ്ദേഹം ജോസഫ് സ്റ്റാലിന് കത്തെഴുതി, സ്റ്റാലിൻ, എന്റെ കൈകൾ ശരീരം തളർന്നു, എന്റെ കണ്ണിന്റെ കാഴ്ച കൂടി പോയാൽ ഞാൻ സൈനൈഡ് കുഴിച്ച് ആത്മഹത്യ ചെയ്ത് കളയും. ഇസ്ലാം മനുഷ്യനെ ജീവിക്കാൻ ത്രാണിയുണ്ടാക്കി. ആത്മാർത്ഥമായി ഞാൻ സത്യത്തോടു കൂടി ഒന്ന് ചോദിച്ചോട്ടെ, ലോകത്ത് ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ ജനപദമേതാ? ലോകത്തെ ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ ജനപദം മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട്? പ്രത്യയശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഇസ്ലാം പരാജയപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ഏറ്റവും കുറവ്, മലപ്പുറം ജില്ലയിൽ വൃദ്ധസദന ഏറ്റവും കുറവ്. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ജാരുവാർശ്ശേരി പ്രസംഗിച്ചെന്നുള്ളത് ഇതൊന്നും ഇല്ലാതാവില്ലല്ലോ. ഇനി ചിന്തിച്ചു കൊള്ളുക ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്ന്.
അല്ലേ? ഞാൻ പലപ്പോഴും വിചാരിച്ചു, ഒരുപാട് എയർപോർട്ടുകളിൽ യാത്ര പോകുന്ന ഒരാളാണ് ഞാൻ പല എയർപോർട്ടുകളിലും നോക്കും, ഏതെങ്കിലും ഒരു എഞ്ചിനീയറായ പോത്ത് പാസ്പോർട്ട് ആയിട്ട് കാത്തിക്കുണ്ടോന്ന്, സ്വന്തം മക്കളെ പോറ്റാൻ. ഏതെങ്കിലും ഒരു കാള, ഏതെങ്കിലും ഒരു പശു, ഇല്ല പട്ടി 8 പറ്റൂ. LKG UKG ചേർത്തിട്ടില്ല, ഉണ്ടോ? LKG UKG SLC +2 ഡിഗ്രിയും BBA കോഴ്സും MBA കോഴ്സും എഞ്ചിനീയറിംഗ് കോഴ്സും ഒക്കെ ചെയ്ത ഈ മനുഷ്യൻ നാക്കാലികളെ പോലെ ചത്ത് മണ്ണിന്റെ ഭാഗമാകും എന്ന് പറയുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കളെ. ഇല്ല, ഈ മനുഷ്യൻ മണ്ണിന്റെ ഭാഗമാകും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എങ്കിൽ ഇത്ര ഹതഭാഗ്യനായ ഒരു ജന്മം മനുഷ്യനെ പോലെ വേറെ ഏതാണുള്ളത് ഭൂമുഖത്ത്? മനുഷ്യനെ പോലെ ഇത്ര ഹതഭാഗ്യന. ഞാൻ ആലോചിക്കാം, ഇന്നലെ എന്റെ നാസർക്ക കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ചിന്തിച്ചൊരു പോയിന്റ്, പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സ്വന്തം മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കത്തിയിട്ടേ വരുന്നത് എന്തൊക്കെ മുഷിപ്പ. ഒരു നായ ഒരു പട്ടിക്ക് 8 പറ്റാൽ കല്യാണത്തിന്റെ ലെറ്റർ ഉണ്ടാക്കിണ്ടോ? അത് ഇല്ല. എന്റെ മോള് പട്ടി സുമതി കല്യാണം കഴിക്കാൻ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? സ്ത്രീധനുണ്ടോ? ഇല്ല. പിതാരക്ഷിതി കൗമാരേ ഭർത്തൃരക്ഷിതി ഭർത്തൃരക്ഷിതി യൗവനേ പുത്രോരക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സവിരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയുടെ 9-ാം അധ്യായം 3-ാമത്തെ ശ്ലോക. ഭർത്താവിന്റെ സംരക്ഷിതകയുണ്ട് ആ പെണ്ണ്. നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും ജന്തുവിന് കല്യാണം? ഇല്ല. ഓൽക്കുണ്ടോ മണിയറ? ഇല്ല. അപ്പൊ മണിയറ ഉള്ളവരും മണിയറ ഒരുക്കിയവരും കല്യാണം കഴിച്ചവരും ഈ നായും പന്നിയൊക്കെ ചത്ത ഒരേപോലെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, കുറച്ച് പ്രശ്ന. ഇനി ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുന്നത്, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ പറയുന്നത് സോളിഡ് എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് പടുതരാം. ഞാനും നിങ്ങളുണ്ട് എന്നുള്ളതിന്റെ തെളിവ് അത് തന്നെ. ഞാനും നിങ്ങളുണ്ടോ? ഇത് സത്യമാണോ? എങ്കിൽ അത് തന്നെ തെളിവ്.